നമ്മുടെ മലബാർ സോൺ പ്രസിഡന്റ് എൻ.ഡി. ജേക്കബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മെ ആശീർവദിക്കാൻ എത്തിയിരിക്കുന്ന തോമാപുരം ഫൊറോന വികാരി റവർ ഡോക്ടർ മാണി മേൽവട്ടത്തിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്ന റവർ ഫാദർ അഗസ്റ്റിൻ നടുവിലേക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സംഗമത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന റവർ ഫാദർ തോമസ് പുളിക്കലിനെയും ഹൈറേഞ്ച് സോൺ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോസഫിനെയും റവർ ഫാദർ തോമസ് വട്ടതിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റവർ ഫാദർ മാത്യു നടുവിലേക്ക് OSCP-നെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ കുടുംബ സംഗമം ഒത്തിരി മനോഹരമാകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യടികൾ കൊണ്ടാണ്. അപ്പോൾ യാതൊരു കുറവുമില്ലാതെ കയ്യടികൾ വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെൻട്രൽ സോൺ സെക്രട്ടറി പ്രസാദ് മടക്കേട്ടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റവർ ഫാദർ ജിയോ പുളിക്കലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റവർ ഫാദർ ജോസ് നടുവിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റവർ ഫാദർ ഫ്രാൻസിസ് പീഡിയപ്പാറയെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചിറ്റാരിക്കൽ നടുവിലേക്കിട്ട് പരീതനായ ലിൻസി തോമസിന്റെ മകനും മലബാർ സോണിന്റെ മുഖ്യ രക്ഷാധികാരിയുമായ തലശ്ശേരി അതിരൂപത വൈദികൻ റവർ ഫാദർ ടോമി നടുവിലേക്കിട്ടിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലായിലെ കടനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഉത്ഭവിച്ച മഹത്തായ നടുവിലേക്കുച്ച് കുടുംബം പിന്നീട് കരിമരുന്നുകൾ മലയപ്പറമ്പിൽ വടക്കേട്ട് വാളികുളത്ത് തെക്കേപ്പറമ്പിൽ എന്നിങ്ങനെ വിവിധ ശാഖകളായിട്ട് പടർന്ന് പന്തലിച്ചു. നടുവിലേക്കുറ്റെന്ന മാതൃ കുടുംബത്തിൽ നിന്നും ധാരാളം കുടുംബങ്ങൾ ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കും എത്തിച്ചേർന്നു. അങ്ങനെ 2 നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ക്രൈസ്തവ സഭാ പാരമ്പര്യങ്ങളിലെ കുടുംബ കൂട്ടായ്മയുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നടുവിലേക്കുറ്റ കുടുംബങ്ങളുടെ സമ്മേളനം എന്നൊരു ആശയം രൂപം കൊണ്ടു. 2025 ആണ്ടിലെ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിലും സദസ്സിലുമാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പ്രൗഢഗംഭീരമായ ഈ സമ്മേളന വേദിയിൽ തന്റെ ശ്ലൈഹിക പാരമ്പര്യ പിന്തുടർച്ചയുടെ സവിശേഷതയാൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് എത്തിച്ചേരാനായിട്ട് തയ്യാറായിരിക്കുന്ന അഭിയന്ത്യ പിതാവ് എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഈ സമ്മേളനത്തിന്റെ സർവാദരണീയനായ ഉദ്ഘാടകൻ അഭിയന്ത്യ പിതാവാണ്. അതുപോലെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ സെബാസ്റ്റ്യൻ മൈക്കിൾ, തിരുവിതാംകൂർ സെൻട്രൽ സോണിന്റെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ്. ആമുഖ പ്രഭാഷണം നടത്തുന്ന ശ്രീ N.D. ജേക്കബ്, മലബാർ സോണിന്റെ പ്രസിഡന്റ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന മലബാർ മേഖല നടുവിലേക്കുറ്റ കുടുംബയോഗത്തിന്റെ നിലവിലെ ആത്മീയ രക്ഷാധികാരിയും തോമാപുരം ഫൊറോന ദേവാലയത്തിന്റെ വികാരിയുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ മാണി മേൽവട്ടം. മുഖ്യപ്രഭാഷണം നടത്തുന്ന നമുക്കെല്ലാം സുപരിചിതനും നമ്മുടെ കുടുംബത്തിലെ തലമുതിർന്ന വൈദികനുമായ നമ്മുടെ കുടുംബയോഗത്തിന്റെ ആവിർഭാവത്തിന്റെ പലതരത്തിൽ കാരണക്കാരനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ നടുവിലേക്കുറ്റ. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന വേദിയിലും സദസ്സിലുമായിരിക്കുന്ന
വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട ജിയോ പുളിക്കലച്ചൻ, ജോസ് നടുവിലേക്കുട്ടച്ചൻ, ജോസ് കിഴക്കരക്കാട്ടച്ചൻ, തോമസ് വട്ടമലയച്ചൻ, തോമസ് പുളിക്കലച്ചൻ, ഫ്രാൻസിസ് പിടിക്കപ്പാറയച്ചൻ, ഷിൻഡോ പറയുന്നലച്ചൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഒത്തിരി പേരുടെ പേരെടുത്ത് പറയുന്നില്ല. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന ശ്രീ രാജേഷ് ജോസഫ്, ഹൈറേഞ്ച് സോണിന്റെ വൈസ് പ്രസിഡന്റ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ കുടുംബാംഗവും മലബാർ സോൺ രക്ഷാധികാരിയുമായ ബഹുമാനപ്പെട്ട മാത്യു നടുവിലേക്കുട്ടച്ച. ഈ സമ്മേളനത്തിൽ വിവിധ ചുമതലകൾ നിർവഹിക്കുന്ന കുടുംബയോഗം ഭാരവാഹികളെ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് സെൻട്രൽ സോൺ ഭാരവാഹികളെ, ഞങ്ങൾ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ നടുവിലെ കൊച്ച് കുടുംബാംഗങ്ങളെ, ഈ വേദിയിലും സദസ്സിലും ആയിരിക്കുന്നവരെ അഭിസംബോധന ചെയ്യാനുള്ള ഈ കുറിപ്പ് തന്നെ ഏകദേശം 2 പേജുണ്ട്. അപ്പോൾ അത് തന്നെ ഈ സമ്മേളനത്തിന്റെ, ഈ കുടുംബത്തിന്റെ, ഇതിന്റെ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടായ്മയുടെ വാക്കുകൾക്ക് അതീതമായ മഹത്വത്തെ വിളിച്ചോതുന്ന കാര്യമാണ് എന്നാണ് ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചത്. ഉത്തരാധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിജീവനത്തിന്റെ ശ്രമങ്ങൾക്കിടയിൽ അഥവാ ജീവിത വ്യഗ്രതകൾക്കിടയിൽ വിസ്മരിച്ചേക്കാവുന്ന ഒന്നാണ് കുടുംബ ബന്ധങ്ങൾ. അതില്ലാതാവുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക്, നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഓരോ ദ്വീപുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്രകാരം വ്യക്തിനിഷ്ഠമായ ജീവിതക്രമങ്ങൾക്ക് പ്രചാരം സിദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന മഹത്തായ ഒരാശയമാണ് കുടുംബ സംഗമം എന്ന് പറയുന്നത്. നമ്മൾ ആരും അനാഥരല്ല എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുവാനും എത്ര വലിയ, എത്ര മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്ന അവബോധം നമ്മളിൽ നിറയ്ക്കുവാനും സഹായകരമായിട്ടുള്ള ആണ് കുടുംബയോഗങ്ങൾ. നമ്മുടെ അഭിനന്ദനായ പാമ്പാടി പിതാവ് എത്തിയിട്ടുണ്ട്. എല്ലാ വൈദികരും സിസ്റ്റേഴ്സും പുറകിലോട്ട് ചെന്ന് പിതാവിനെ സ്വീകരിച്ച് മുന്നിലോട്ട് കൊണ്ടുവരുന്ന ഓർപ്പിക്കുകയാണ്. നമ്മുടെ ആദരണീയനായ പാമ്പാടി പിതാവ് മറ്റു വിശിഷ്ട അതിഥികളും ഇതായിട്ട് ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പിതാവെ, ഈ മീറ്റിങ്ങിന്റെ സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ സമയത്ത് തന്നെ അവന്റെ പിതാവ് ഇവിടെ എത്തിച്ചേർന്നു. പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാഗത പ്രസംഗം തുടരട്ടെ. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിജീവനത്തിന്റെ ശ്രമങ്ങൾക്കിടയിൽ അഥവാ ജീവിത വ്യഗ്രതകൾക്കിടയിൽ വിസ്മരിച്ചേക്കാവുന്ന ഒന്നാണ് കുടുംബ ബന്ധങ്ങൾ.
അപ്പൊ അതില്ലാതാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഓരോ ദ്വീപുകളായിട്ട് മാറും. അപ്രകാരം വ്യക്തിനിഷ്ഠമായിട്ടുള്ള ജീവിത ക്രമങ്ങൾക്ക് പ്രചാരം സിദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന മഹത്തായ ഒരു ആശയമാണ് കുടുംബ സംഗമങ്ങളെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ആരും അനാഥരല്ല എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുവാനും എത്ര മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെന്ന അവബോധം നമ്മളിൽ നിറയ്ക്കുവാനും സഹായകരമാണ് കുടുംബയോഗങ്ങൾ എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ നടുവിലേക്കൊരു കുടുംബയോഗം ലക്ഷ്യം വയ്ക്കുന്നതും ഇതേ ആശയങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നതിൽ ഈ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കത്തോലിക്ക സഭയോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ കുടുംബങ്ങളെ ശാക്തീകരിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് ഈ കാലഘട്ടത്തിലെ സഭയുടെ ഒരു മുഖമുദ്ര എന്നത് നമുക്കറിയാം. വിശ്വാസ ജീവിതത്തിന്റെ ആണിക്കല് തന്നെ കുടുംബമാണ്. കുടുംബം ഗാർഹിക സഭ ആണെന്നുള്ള വിശേഷണം നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നതാണ് കുടുംബങ്ങൾ സുവിശേഷ പ്രഘോഷകരാകണമെന്ന ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമോരിസ് ലത്തീസിയ എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മൾ ഈ കാര്യം വായിക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. അതുപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത്, മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്ന വികാരങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്നേഹമാണ്. അത് നിബന്ധനകളില്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരു ഇടം അത് കുടുംബമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ എത്രയേറെ വലിയ തത്വശാസ്ത്രങ്ങൾ പൊട്ടിമുളച്ചാലും കുടുംബം എന്ന ആശയം അപ്രസക്തമാകാത്തത് ഈ സ്നേഹം എന്നുള്ള വികാരത്തിനോടുള്ള മനുഷ്യന്റെ അഭിവാഞ്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിൽ ചിന്തിച്ചാലും അതിന്റെ നിർവചനങ്ങളോട് കൂറു പുലർത്തുന്ന മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കുടുംബമാണ് നമ്മുടേതെന്ന് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം വൈദികരും സന്യസ്തരും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവരിൽ കൂടുതൽ പേരും ഈ വേദിയിലും താഴെയുമായിട്ട് ഇരിക്കുന്നതും നമ്മുടെ കുടുംബം അതുപോലെ തന്നെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ദമ്പതികളാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മക്കളാൽ, പുതിയ തലമുറകളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടേത് എന്ന് പറയുന്നതിലും എനിക്ക് അഭിമാനമുണ്ട്. ഇതിൽ അഭിമാനമുള്ളവരാകുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള ദൈവാനുഗ്രഹം നമ്മൾ നിരന്തരം തമ്പുരാനോട് യാചിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാനുഷികമായ കുറവുകൾ തീർച്ചയായും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നമ്മൾ ശ്രമിക്കണം. അതിനായിട്ട് നമ്മൾ തമ്പുരാന്റെ പക്കലേക്ക് തിരിയണം എന്നുള്ള കാര്യം ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം. ഈ ചിന്തകൾ നിങ്ങളുടെ തുടർന്നുള്ള വിചിന്തനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നിൽ നിശ്ചിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പ്രൗഢഗംഭീരമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. വളരെ ലഘുവായിട്ടാണെങ്കിലും എന്റെ പിതാവിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അടുത്ത 1 മണിക്കൂർ ഞാൻ തന്നെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുക. കാരണം അത്രയേറെ കാര്യങ്ങൾ പിതാവിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. സീറോ മലബാർ സഭയിലെ ഏറ്റവും വിസ്തീർണമുള്ള ഏറ്റവും വലിയ അതിരൂപതയുടെ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയും ഒരേ സമയം നയിക്കുകയാണ് അഭിനന്ദ പിതാവ്. ഇപ്പോൾ സഭാ ശുശ്രൂഷ മേഖലകളിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ മെത്രാനായും മെത്രാപൊളിത്തയായും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അഭിനന്ദ പിതാവ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ശബ്ദം ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിനന്ദ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. ഏതാണ്ട് 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയുടെ അഭിപ്രായം ആവശ്യമായിട്ട് വരുമ്പോൾ മാധ്യമങ്ങളും മറ്റുള്ള ആൾക്കാരും നോക്കിയിരുന്നത്, സീറോ മലബാർ സഭയുടെ ശബ്ദം ശ്രമിക്കാനായിട്ട് നോക്കിയിരുന്നത് തിരുവിതാംകൂറിലേക്കാണ്, ചങ്ങനാശ്ശേരിയിലേക്കാണ്, അഭിനന്ദ പൗത്തിൽ പിതാവിനെ പോലുള്ള വ്യക്തികളിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയുടെ കത്തോലിക്കരുടെ ശബ്ദം എന്താണ്, അവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാനായിട്ട് എല്ലാവരും മുഖം തിരിക്കുന്നത്, മാധ്യമങ്ങളടക്കം എല്ലാവരും മുഖം തിരിച്ചു നോക്കുന്നത് അഭിനന്ദ പാമ്പ്ളാനി പിതാവിലേക്കാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ കർഷകർക്കായിട്ട് ശബ്ദിക്കുന്ന കർഷകന്റെ മകൻ, ആ കർഷകന്റെ മകന്റെ ശബ്ദമാണ് അഭിനന്ദ പിതാവ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ മെത്രാൻ പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ
ബൈബിൾ പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയും ധ്യാനഗുരുവും തീഷ്ണമതിയായ വൈദികനും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്യാപകനും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് പരിചയത്തിന് ശേഷമാണ് അവിന്റെ പിതാവിനെ ഈ ജോസഫ് പാംബ്ലാനി എന്ന് പറയുന്ന വൈദികനെ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തിയത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ നിയോഗമാണ്. പിതാവിന്റെ വ്യക്തിയിലേക്ക് വരികയാണെങ്കിൽ സങ്കല്പിക്കാനാവാത്ത ബുദ്ധി വൈഭവമുള്ള ഒരു വ്യക്തിയാണ് അവന്റെ പിതാവ് എന്ന പിതാവിനോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. നമ്മളൊരു പറച്ചിൽ കേട്ടിട്ടുണ്ട്, അതിപ്രകാരമാണ്. സയന്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് ശരിയാണോന്ന് എനിക്കറിയില്ല. ലോകത്തിൽ ഇതുവരെ ജീവിച്ചിരുന്ന മനുഷ്യരിൽ തലച്ചോറ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറാണെന്ന് പറയുന്നത്. അത് തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആകെയുള്ളതിന്റെ 0.01% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതുപോലെയുള്ള ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടുള്ള വ്യക്തിയാണ് എന്റെ പിതാവ് എന്ന് പറയേണ്ടി വരും. അതുപോലെ വളരെ സരസമായിട്ട് സംസാരിക്കുകയും ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ പിതാവ്. ഒരുപക്ഷെ നമുക്ക് പറയാനായിട്ട് പറ്റും, കേരള സഭയ്ക്ക് ലഭിച്ച ഒരു തോമസ് അക്വീനസ് ആണ് അവന്റെ പിതാവ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിലൊക്കെ ഉപരിയായിട്ട് വിനീതനായി ദൈവത്തിൽ ആശ്രയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ഒരു വ്യക്തി കൂടിയാണ് അവന്റെ പിതാവ്. പിതാവ് നേരത്തെ ഒത്തിരിയേറെ ധ്യാനങ്ങളൊക്കെ നയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പിതാവിന്റെ എല്ലാ ധ്യാനങ്ങളും ആരംഭിക്കുന്നതും ധ്യാനത്തിന്റെ ഓരോ ടോക്കുകളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിതാവ് മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ്. അത് എന്നെ ഒത്തിരിയേറെ എൻ്റെ പിതാവ് ഞങ്ങളെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകമാണ്. പിതാവ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും പാട്ട് പാടിക്കൊണ്ട് ധ്യാനങ്ങൾ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. തലശ്ശേരി അതിരൂപതയ്ക്ക് ലഭിച്ച, മലബാറിന് ലഭിച്ച, കേരള സഭയ്ക്ക് ലഭിച്ച വരദാനമാണ് അവിന്റെ പിതാവ് എന്ന് പറയുന്നതിൽ സന്തോഷവും അഭിമാനമുണ്ട്. ഈ അതിരൂപതയിൽ അവിന്റെ പിതാവിന്റെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് കീഴിൽ വൈദികനായിരിക്കുന്നതിൽ എൻ്റെ വ്യക്തിപരമായ സന്തോഷവും അഭിമാനവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അവിന്റെ പിതാവ് കുടുംബയോഗത്തിലെത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതലുള്ള ഈ കുടുംബാംഗങ്ങളുടെ സന്തോഷവും ഒക്കെ ഞാൻ നേരിടേണ്ടതാണ്. ഇന്നലെ അവിന്റെ പിതാവ് വളരെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങോട്ട് എത്തിച്ചേരാനാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ ഒരു സന്തോഷക്കുറവ്, അവരെല്ലാവരും അതിൽ പെട്ടെന്ന് ദുഃഖിതരായി എന്നുള്ളത് ഇന്നലെ ഞങ്ങളെല്ലാവരും ഇവിടെ നേരിൽ കണ്ടതുമാണ്. അവിന്റെ പിതാവെ ഒത്തിരിയേറെ സന്തോഷത്തോടെ, നന്ദിയോടെ, അതിലുപരി ഒത്തിരിയേറെ ആദരവോടെ അവിന്റെ പിതാവിനെ ഈ കുടുംബയോഗത്തിലേക്ക്, നടുവിലേക്ക് ഒരു കുടുംബയോഗത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. മലബാറിലെ നടുവിലേക്കൊരു കുടുംബങ്ങളുടെ കേന്ദ്രമായിട്ട് നമ്മൾ കരുതുന്നത് തോമാപുരം പള്ളിയെയാണ്. അതിന്റെ ഇടയനായി ഒരു വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട മാണി മേലോട്ട് വെച്ച് എത്തിച്ചേർന്നു. അന്ന് മുതൽ ഈ കുടുംബയോഗത്തിന്റെ ആത്മീയ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം. അത് അറിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അങ്ങനെയാണ്. വളരെ മികച്ച ഒരു സംഘാടകനും മികച്ച വാഗ്മിയും പണ്ഡിതനുമാണ് നമ്മുടെ തോമാപുരം ഫൊറോന വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട മാണി മേൽകോട്ട് വെച്ചൻ. അദ്ദേഹത്തിന്റെ സംഘാടന മികവ് തോമാപുരംകാരോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ദിവികാരന്റെ കോൺഗ്രസിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ വചന പ്രഘോഷണം അതും എത്രമാത്രം ഈടുറ്റതാണ് എന്നുള്ളതിന് ഞാൻ ആൾക്കാരിൽ നിന്ന് കേട്ട സാക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഞായറാഴ്ചത്തെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം സമീപത്തുള്ള ഇടവുകളിൽ നിന്ന് തോമാപുരത്ത് കുർബാനയ്ക്ക് വരുന്നവരുണ്ട് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തി കലർത്തി പറയുന്നതല്ല. രൂപതയിലെ വിവിധ ഇടവകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പ്രശംസനീയമാവിധം സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ തോമാപുരം, ചരിത്ര പ്രസിദ്ധമായ തോമാപുരം ഇടവകയെ നയിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട മാണിയച്ഛൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രാർത്ഥനാ ചൈതന്യത്തിൽ അദ്ദേഹം തോമാപുരത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയാണ്. ഏറെ ആദരവോടെ വലിയ ബഹുമാനപ്പെട്ട മാണി മേലോട്ട് വെച്ചനെ ഈ കുടുംബയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബയോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് ശ്രീ സെബാസ്റ്റ്യൻ മൈക്കിൾ അവറുകളാണ്.
അദ്ദേഹം സെൻട്രൽ സോണിന്റെ പ്രസിഡന്റാണ്, നമ്മുടെ കുടുംബാംഗമാണ്. മികച്ച രീതിയിൽ സെൻട്രൽ സോണിനെ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ സമയവും അധ്വാനവും ഒക്കെ അതിനായിട്ട് അദ്ദേഹം മാറ്റിവെക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ മലബാറിലേക്ക്, ഈ നടുവിലേക്ക് ഒരു കുടുംബസംഘം 2025 ശ്രീ സെബാസ്റ്റ്യൻ മൈക്കൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആമുഖ പ്രഭാഷണം നടത്തുന്നത് ശ്രീ NT ജേക്കബാണ്. ഞങ്ങൾ ജേക്കബ് ബാബൻ എന്നാണ്. മലബാർ സോണിന്റെ പ്രസിഡന്റാണ്. അറിവും പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് മലബാർ സോണിനെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തേക്ക് മറികടന്ന് തീഷ്ണതയോടുകൂടി അദ്ദേഹം കുടുംബയോഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ച് അതിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജേക്കബ് ബാബിനെ, ശ്രീ NT ജേക്കബിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ നടുവിലേക്കുട്ട് അച്ഛനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ ആവശ്യമില്ല എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കുടുംബത്തിലെ തലമുതിർന്ന വൈദികനാണ്. ഈ കുടുംബയോഗത്തിന്റെ എല്ലാമാണ് അദ്ദേഹം. ഈ കുടുംബയോഗം ഈ കാണുന്ന രീതിയിൽ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരു ഹോം കമ്മിങ് ആണ്. ഇറ്റ്സ് എ ഹോം കമ്മിങ് ഫോർ ഫാദർ അഗസ്റ്റിൻ. കാരണം അദ്ദേഹം തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പട്ടമേറ്റ വ്യക്തിയാണ്, പട്ടമേറ്റ വൈദികനാണ്. അപ്പോൾ ഒരു ഗ്രന്ഥകാരനും നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അഗസ്റ്റിൻ നടുവിലേക്ക് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന രാജേഷ് ജോസഫ് ഉണ്ട്. അദ്ദേഹം ഹൈറേഞ്ച് സോണിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. കഴിഞ്ഞ വർഷം ഹൈറേഞ്ചിലാണ് കുടുംബയോഗം നടന്നത് നിങ്ങൾക്കറിയാം. വളരെ മനോഹരമായിട്ട് അവർ സംഘടിപ്പിച്ചു. ഒത്തിരിയേറെ സമയം അധ്വാനവും ഒക്കെ ഈ കാര്യത്തിന് വേണ്ടി ഇവർ മാറ്റിവെക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഒത്തിരി സ്നേഹത്തോടെ മലബാറിലേക്ക് ഈ കുടുംബയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിക്കാനായിട്ട് സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ സന്യസ്തരെയും എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പേരുകൾ വായിക്കാം. ബഹുമാനപ്പെട്ട ജിയോ പുളികലച്ചൻ, ബഹുമാനപ്പെട്ട ജോസ് നടുവിലേക്കച്ചൻ, ബഹുമാനപ്പെട്ട ജോസ് കിഴക്കരക്കാട്ടച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് വട്ടമലയച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് പുളികലച്ചൻ, ബഹുമാനപ്പെട്ട പീഡിക്കപ്പാറ ഫ്രാൻസിസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഷിൻഡോ പറയംകുന്നലച്ചൻ, ഈ ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവര് ഞങ്ങൾക്ക് മുമ്പ് ഈ കുടുംബയോഗത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമായിട്ട് നിലകൊള്ളുന്നവരാണ്. അവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബ സമ്മേളനം സംഘടിപ്പിക്കാനായിട്ട് അധ്വാനം ചെയ്യുന്ന കുടുംബയോഗത്തിന്റെ 3 സോണുകളിലെ ഭാരവാഹികൾ, മനോഹരവും ഗംഭീരമായിട്ടുള്ള സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത മലബാർ സോണിലെ ഭാരവാഹികൾ, ധാരാളം ആളുകളുമായി ഇവിടെ എത്തിയ സെൻട്രൽ ഹൈറേഞ്ച് സോൺ ഭാരവാഹികൾ, അവരിവിടെ എത്തിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ഭാരവാഹികളാണ് ചെയ്യുന്നത്. അവരെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പറഞ്ഞു വന്ന ക്രമത്തിൽ ഏറ്റവും അവസാനമാണെങ്കിലും പ്രാധാന്യത്തിൽ ഒന്നാമതായിട്ടുള്ള കുടുംബാംഗങ്ങൾ ആണ് ഇനി പറയാനായിട്ടുള്ളത്. ഈ കുടുംബയോഗത്തിന്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരുടെ സാന്നിധ്യവും വിവിധങ്ങളായ സഹകരണവുമാണ് ഈ പ്രൗഢഗംഭീരമായ കുടുംബ സംഗമത്തെ സാധ്യമാക്കിയത് എന്ന് നിസ്സംശയം പറയാം. സാന്നിധ്യം കൊണ്ടല്ലാതെ സാമ്പത്തികമായും ഈ സംഗമത്തിന്റെ വിജയത്തിനായി ജനിച്ച ഒട്ടേറെ കുടുംബാംഗങ്ങളുണ്ട്. അതിൽ ചിലർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. അവരുടെ ആത്മനമുള്ള സാന്നിധ്യത്തെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു, വിലമതിക്കുന്നു. സെൻട്രൽ ഹൈറേഞ്ച് സോണുകളിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്തെത്തിയ എല്ലാവരെയും പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ദിവസം നമ്മളെല്ലാവർക്കും ആനന്ദപ്രദവും അനുഗ്രഹദായകവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മനഃപൂർവ്വം അല്ലാതെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ചേർത്ത് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായി വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഈ യോഗത്തിന് ഇത്രയധികം മനോഹരമായി സ്വാഗത പ്രസംഗം നടത്തിയ ടോമിയസിനെ ഈ നടുവിലേക്കത്തെ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചിപ്പാപ്പൻ കുഞ്ഞേളമ്മ മകനും നടുവിലെ കുറ്റു കുടുംബയോഗം മലബാർ സോൺ പ്രസിഡന്റുമായ NT ജേക്കബിനെ ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ,
ഇരിക്കുന്ന സ്നേഹം നിറഞ്ഞ വിശിഷ്ട അതിഥികളെ, അഭിമന്യ പിതാവേ, പ്രിയ കുടുംബാംഗങ്ങളെ, കുടുംബത്തിലെ സ്നേഹവും ഐശ്വര്യവും വർദ്ധിക്കാൻ കുടുംബയോഗത്തിനുള്ള സ്വാധീനം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. ആഴത്തിലുള്ള കുടുംബബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും കുടുംബത്തിൻ്റെ മഹനീയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിനും ഇതുപോലുള്ള കുടുംബയോഗങ്ങൾ സഹായിക്കുന്നു. നടുവിലേക്ക് കൂട്ടു കുടുംബത്തിന് ആദ്യമായി മുൻകൈയെടുത്തത് 2 പാപ്പച്ചന്മാരാണ്, TS ജോസഫും NT ജോസഫും. അവരെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. കുടുംബയോഗത്തിൻ്റെ പൊതുവായ രക്ഷാധികാരികൾ ഫാദർ അഗസ്റ്റിൻ നടുവിലേക്കിട്ട്, ഫാദർ ജോസ് നടുവിലേക്കിട്ട് ആണ്. ഈ അവസരത്തിൽ കുടുംബ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്മരിക്കുന്നു. നടുവിലേക്കിട്ട് കുടുംബയോഗം രൂപീകരിച്ചത് 2005 ഏപ്രിൽ ആണ്. ഇന്ന് അത് വർഷം തോറും 3 സോണുകളിലായി മാറി മാറി നടത്തപ്പെടുന്നു. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമുണ്ട്. ഇന്ന് സ്നേഹപൂർവ്വം എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ജോസഫ് ലാംബാനും പിതാവിനും, ബഹുമാനപ്പെട്ട നമ്മുടെ കുറവനാധികാരി ഡോക്ടർ ഫാദർ മാണി മേഘോട്ടത്തിനും, മറ്റച്ഛന്മാർക്കും മറ്റ് വിശിഷ്ട അതിഥികൾക്കും നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഈ കുടുംബയോഗത്തിൻ്റെ അനുഗ്രഹമാണ്. വിവിധ പരിപാടികളോടെയാണ് ഇന്നത്തെ കുടുംബയോഗം നടത്തപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ അണിയിച്ചൊരുക്കുന്ന മുഖ ഡാൻസ് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം സ്മരിക്കുന്നു. കുടുംബയോഗം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരും പരിപാടിയുടെ അവസാനം വരെ വളരെ സ്നേഹത്തോടെ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം നിർത്തുന്നു. മലബാർ സോണിന്റെ പ്രസിഡന്റിന് ഹൃദയം നിറഞ്ഞ നന്ദി. വർഷങ്ങളായി നടുവിലേറ്റ് കുടുംബയോഗം സെൻട്രൽ സോൺ പ്രസിഡന്റും തിരുവിതാംകൂർ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ നടുവിലേറ്റ് കുടുംബത്തിന്റെ നിറസാന്നിധ്യമായ സെബാസ്റ്റ്യൻ മൈക്കിൾ വടക്കേട്ടിനെ അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഫാദർ ജോസഫ് പാപ്പളാനി അവരുടെ, കുടുംബയോഗം മുഖ്യക്ഷാധികാരി ഫാദർ അഗസ്റ്റിൻ അവരുടെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പള്ളിക്കൽ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സന്യസ്തരെ, വിവിധ സോണുകളിൽ നിന്നെത്തിരിക്കുന്ന കുടുംബയോഗം ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നടുവിലേക്കുറ്റ് കുടുംബയോഗം 13ാം സംസ്ഥാനതല സമ്മേളനമാണ് നടക്കുന്നത്. 2009 മുതൽ നമ്മൾ കൃത്യമായി ഓരോ സോണുകളിലും മാറി മാറി സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോവിഡ് മഹാമാരിയുടെ 3 കൊല്ലക്കാലം മാത്രമേ നമുക്ക് സംസ്ഥാന സമ്മേളനം നടത്താൻ കഴിയാതെ വന്നിട്ടുള്ളൂ. ഇന്നിപ്പം 13ാം സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് അഭിമന്യ തിരുമേനി, കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന തിരുമേനിയുടെ ആ മുഴങ്ങുന്ന ശബ്ദം വീണ്ടും എല്ലാ അവസരങ്ങളിലും കർഷകരെ അവഗണിക്കുന്ന ആ വേളകളിലെല്ലാം മുഴങ്ങി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലെ അങ്ങോളമംഗളമായി ഏതാണ്ട് 500-ലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ നമ്മുടെ കുടുംബ ചരിത്ര പുസ്തകത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ 100 കുടുംബങ്ങളുടെ കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് നമ്മൾ അവരുടെ ഇപ്പോഴത്തെ യുവതലമുറയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ശേഖരിക്കുവാനോ അവ ക്രോഡീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. 2016 നമ്മൾ നമ്മുടെ കുടുംബചരിത്രം പ്രകാശനം ചെയ്തെങ്കിലും അതിന് മുമ്പുള്ള 3-4 കൊല്ലത്തെയോ അതിന് ശേഷമുള്ള ഈ 10 കൊല്ലത്തെയോ യുവ തലമുറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയും ക്രോഡീകരിച്ച് ചരിത്ര പുസ്തകത്തിൻ്റെ ഭാഗമാക്കാനുണ്ട്.
പക്ഷേ അന്നത്തെ പോലെ വീണ്ടും പുസ്തകമായിട്ട് നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം ഓരോ വർഷവും നടക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലെ വളർച്ചയും തളർച്ചയെല്ലാം നമുക്ക് ഇനിയും പുസ്തക രൂപത്തിൽ വളർത്തി കൊണ്ടുവരണമെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ രൂപത്തിൽ നമ്മുടെ ഈ ചരിത്രം കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഓരോ സോണുകളിൽ ഓരോ അഡ്മിനെ വെച്ചുകൊണ്ട് അതാത് സോണുകളിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച സംഭവവികാസങ്ങൾ അന്നു തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചരിത്ര പുസ്തകമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ ഒത്തിരി കാര്യങ്ങൾ ഓരോ വീടുകളിലും പോയി വീണ്ടും സർവേ നടത്തി എല്ലാ കാര്യങ്ങളിലും നമുക്ക് എടുത്ത് എളുപ്പമല്ല ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് യുവതലമുറയിൽ ആരെങ്കിലും ഈ കമ്പ്യൂട്ടറുമായിട്ട് പരിചാരമുള്ള കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ട് ഓരോ സോണുകളിൽ നിന്നായി കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ട് നമ്മുടെ ഈ കുടുംബകേന്ദ്രം ക്രമേണ പൂർത്തീകരിച്ച് കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഡിജിറ്റൽ അപ്ഡേറ്റിംഗ് മതി. നമ്മുടെ ചികിത്സാ സഹായ നിധിയായ ഫാദർ അഗസ്റ്റ് കല്ലുകെട്ട് എൻഡോമെന്റ് ട്രസ്റ്റ് ഫണ്ട് കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സഹായമായിട്ട് 4 കുടുംബാംഗങ്ങൾക്ക് സഹായമായിട്ട് അറിയിക്കുന്നവർക്ക് ഇടം കൊടുക്കുന്നുള്ളൂ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായമായിട്ട് നമ്മൾ 80,000 രൂപ കഴിഞ്ഞ 1 വർഷം കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ സമാഹരിച്ച് നൽകിയ ഒരു 50,000 രൂപ കൂടി ഹൈറേഞ്ചിലെ ഒരു കുടുംബത്തിന് ചികിത്സാ സഹായമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. അച്ഛൻ്റെ ഈ ചികിത്സാ സഹായ നിധി രൂപീകരിക്കുന്നതിനായി അച്ഛൻ കാണിച്ച സൗമനസ്യത്തിന് ഇപ്പോഴും ഞാൻ നല്ലൊരുകൂടെ ഓർക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസച്ചൻ വേദിയിലുണ്ട്. അദ്ദേഹം ഒരു ദൈവവിളി പ്രോത്സാഹന നിധി രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം രൂപീകരിച്ചതാണ്. പക്ഷെ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അച്ഛന് നല്ല തുക ബാങ്കിന് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ കിട്ടുന്ന പലിശ കൊണ്ട് ദൈവവിളി പ്രോത്സാഹനം ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വൈദികരോ വൈദിക പട്ടം സ്വീകരിക്കുന്നവരോ സന്യസ്ത വസ്ത്രം സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു തുക, ഇത് ഈ ഇപ്പോഴത്തെ കാലത്തെ ഈ വൈദിക പട്ടം സ്വീകരിക്കുമ്പോഴും സഭാവസ്ത്രം സ്വീകരിക്കുമ്പോഴും നല്ല ഭാരിച്ച ചെലവ് വരുന്നുണ്ട്. അതിന് ഒരു സഹായമായിട്ട് ഒരു നിശ്ചിത തുക കൊടുക്കാനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം അച്ഛൻ നിർവഹിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വൊക്കേഷൻ പ്രൊമോഷൻ ഫണ്ടാണ് കേട്ടോ. ദൈവവിളി പ്രോത്സാഹന നിധി നമ്മുടെ സംസ്ഥാനതല സമ്മേളനങ്ങൾ മാറി മാറി ഓരോ സോണിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലവും ഓരോ സോണിൽ ഹൈറേഞ്ച് സോണ്, മലബാർ സോണ്, സെൻട്രൽ സോൺ അങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഈ സംസ്ഥാന സമ്മേളനങ്ങൾ 200 കൂടാതെ ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സെൻട്രൽ സോൺ പ്രസിഡന്റാണ്. എല്ലാ സംസ്ഥാനതല സമ്മേളനങ്ങളിലും പങ്കെടുക്കാറുണ്ട്. 200 പേരിൽ കൂടുതൽ കുടുംബാംഗങ്ങൾ ഓരോ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇന്ന് 300 പേരൊക്കെ ഉണ്ടാകും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കാര്യങ്ങളും നമ്മുടെ നാടകം നടത്തുന്നുണ്ട്. അതിന് 19 പേര് മാറിയിട്ടുണ്ട്. 300 പേര് പങ്കെടുക്കുന്ന ഒരു വേളയിൽ നമ്മൾ നല്ല രീതി നടത്തണമെങ്കിൽ 2-3 ലക്ഷം രൂപ ഇന്ന് തന്നെ ആവുമെന്നായിരിക്കുമല്ലോ ഇതിലെല്ലാം കൂടെ കൂടി. പക്ഷെ അത്രയും ഒരു ഫണ്ട് റേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് എന്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ പിഴിയാൻ പറ്റുന്നത്. അതുകൊണ്ട് സ്ഥായിയായിട്ട് ഇത് കടന്നു പോകണമെങ്കിൽ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ഇപ്പോൾ തലമുറയ്ക്ക് ഒന്നിനും സമയമില്ല. ഇനിയിപ്പോൾ ഓൺലൈൻ സമ്മേളനങ്ങൾ നടന്നിട്ട് വരുന്നതായിരിക്കുമല്ലോ. അതായത് ഞങ്ങളുടെ ഈ പഴയ തലമുറയുടെ കാലം വരെയെങ്കിലും ഈ കുടുംബ സംഗമങ്ങൾ ഇതുപോലെ കടന്നു പോകട്ടെ എന്നാണ് എൻ്റെ അങ്ങനെയാണ് ഞാൻ ആശംസിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിതാവിന് അദ്ദേഹത്തെ അവസരത്തിൽ നമുക്കൊരു അനുഗ്രഹ പ്രഭാഷണം നൽകി പോയിട്ടുണ്ട്. എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വീണ്ടും കാണാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സെൻട്രൽ സോൺ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മൈക്കിളിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി പ്രാർത്ഥന നിറഞ്ഞ മുഹൂർത്തമാണ്. നടുവിലേക്കുറ്റി കുടുംബസംഗമം 2025 ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി തലശ്ശേരി അതിരൂപതയുടെ ആദരണീയനായ അധ്യക്ഷൻ മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പൊലീത്തായെ സ്വാഗതം
ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സെൻട്രൽ സോൺ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മൈക്കിൾ സാർ, തോമാപുരം ഫിറോനാപ്പള്ളിയുടെ വികാരി ഡോക്ടർ മാണി മേൽവട്ടച്ച, വേദിയിലിരിക്കുന്ന ആദരണീയരായ വൈദികര്, സവിശേഷമായി ഞങ്ങളുടെ ചരവിടവ വികാരി കൂടിയായിരുന്ന അഗസ്റ്റിൻ നടുവിനെക്കുറിച്ച, പ്രിയ ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ്, ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന നടുവിലേക്കൂറ്റ് കുടുംബാംഗങ്ങളെ, നിങ്ങൾ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ കുടുംബം ദൈവവിളികളാൽ സമ്പന്നവും ദൈവത്തിന് പ്രീതിജനകവുമായ ഒരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളും വൈദികരും സന്യസ്തരുമൊക്കെ സഭയെ വളർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന വലിയ അധ്വാനങ്ങളെ കുറിച്ച് നേരിട്ട് അറിവുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ന്യായവും യുക്തവുമാണ് എന്ന്. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇന്നും രാവിലെയാണ് ഞാൻ എറണാകുളത്ത് തിരിച്ചെത്തിയത്. അതുകൊണ്ട് പലരും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു പോകണ്ട എന്ന്. എങ്കിലും ഞാൻ പോകാൻ തീരുമാനിച്ചത് നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മയും നന്മയും തിരുസഭയ്ക്ക് എന്നും മുതൽക്കൂട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിന് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സ്വാഗത പ്രസംഗം പറഞ്ഞ ടോമിയച്ചൻ അദ്ദേഹത്തെ ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് ഡോക്ടറേറ്റ് എടുക്കാൻ വിട്ടത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മലയാള സാഹിത്യത്തിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും ടോമിയച്ചനും ഈ വേദിയിലിരിക്കുന്ന വലിയ വിഭാഗം വൈദികരും തലശ്ശേരി അതിരൂപതയുടെ അനുഗ്രഹമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എല്ലാ ശാസ്താപുഴവിലച്ഛൻ ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ എൻ്റെ ആളായിരുന്നു. രാവിലെ എൻ്റെ ഇടയ്ക്ക് വന്ന് ഞങ്ങൾ ഒരുമിച്ച് വരാനാണ് ഇരുന്നത്. അച്ഛന് മറ്റ് ചില അടിയന്തര ആവശ്യങ്ങൾ വന്നതുകൊണ്ട് വരുന്നില്ല എന്ന് എന്നെ അറിയിച്ചിരുന്നു. അച്ഛൻ്റെയും ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നേരുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെയും സവിസ്തരം പറഞ്ഞതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തന്നെയല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാർക്കും വൈദികർക്കും നൽകിയൊരു ഉപദേശം 8 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കരുത് എന്ന്. അങ്ങനെ പ്രസംഗിക്കുന്നത് ജാവദോഷമാണെന്ന് പറയുന്നത്. കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് ജാവദോഷത്തിൽപ്പെടാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ 8 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ചു. ഈ കുടുംബം എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് നന്മയും ദോഷങ്ങളും എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഈ കുടുംബ ചരിത്രം എഴുതുമ്പോൾ എല്ലാം വലിയ വലിയ മഹാന്മാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? നിങ്ങളുടെ നല്ല എല്ലാവരുടെയും കുടുംബ യോഗത്തിൻ്റെ പേജുകളും കവർ പേജുകളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള അതിപ്രഗത്ഭന്മാരുടെയൊക്കെ ഫുൾ സ്റ്റാഫ് പേജ് ഫോട്ടോ വെക്കും. അതേസമയം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ കുറേ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പേരുദോഷങ്ങളും ഒക്കെയുള്ള മനുഷ്യരുകളുണ്ട്. ഞാൻ ഈ കുടുംബത്തിൻ്റെ വംശാവലി ഗ്രന്ഥം എഴുതിയ മത്തായി സുവിശേഷകരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഈശോമിശിഹായുടെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞാണ് ദൈവപുത്രനായ ഈശോമിശിഹായുടെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞാണ് മത്തായി സുവിശേഷകൻ ആരംഭിക്കുന്നത്. അതിനകത്ത് പേര് പറയപ്പെടുന്ന 42 തലമുറകളിൽ എണ്ണി നോക്കിയാൽ 31 എണ്ണവും പിഴവെട്ടതുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാത്ത മര്യാദ കെട്ടവന്മാര്, സർവ്വതോന്യാസവും പോക്കുരിത്തരത്തിനും കൂട്ടുവെന്നവന്മാരാണ്. അതിനകത്ത് 4 സ്ത്രീകളെ കുറിച്ച് പറയുന്നു. അതിൽ 3 എണ്ണവും നാട്ടിൽ പേര് ഏൽപ്പിച്ചിട്ടുള്ള പെണ്ണുങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങൾക്ക് പോയിട്ടുള്ള പെണ്ണുങ്ങൾ. ഇതെല്ലാം പറഞ്ഞു വന്നേച്ചിട്ട് അവസാനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിന്റെ പേര് പറഞ്ഞിട്ട് മറിയത്തിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞ് സുവിശേഷം അത് അവസാനിപ്പിക്കുമ്പോൾ
അതിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വംശാവലിയാണ്. അതായത് പ്രിയപ്പെട്ടവരെ, എല്ലാം തികഞ്ഞ ഒരു കുടുംബവും. അത് ഈശോ മിശിഹായുടെ കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടാണ് മത്തായി സുവിശേഷകൻ ഈ വഴിതെറ്റിയതിൻ്റെയും ഭയപ്പെട്ടതിൻ്റെയും ഒക്കെ ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാണ് ഈശോ മിശിഹായുടെ വംശാവലി എന്ന്. അതുകൊണ്ട് ഈ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വലിയവരെയും പ്രസിദ്ധരെയും പ്രഗത്ഭരെയും കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തികമായി ഒറ്റപ്പെട്ടു പോയവരും തളർന്നു പോയവരും പല കാരണങ്ങൾക്കാണ്. ചിലർ കള്ളുപിടിച്ച് ചെറുത് നശിപ്പിച്ചവരെയാണ്. നടുവിലേക്ക് കുടുംബത്തിൽ അങ്ങനെ മദ്യപാനികളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അച്ഛൻ അറിയപ്പെടുന്നൊരു മദ്യപാനിയാണെന്നാണ് അച്ഛൻ പറയുന്നത്. അമേരിക്കയിലായതുകൊണ്ട് കുടിക്കിട്ടില്ല. ഇപ്പം നമ്മൾ എന്നെ ഏതാണെങ്കിലും ഈ അതുപോലെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത വ്യക്തികളാണ്, കുറ്റകൃത്യങ്ങളിൽ ജയിലിൽ പോയവരെയാണ്. നമ്മൾ പലപ്പോഴും ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിന്റെ ഈ മഹത്തായ ചരിത്രം പറയാൻ ശ്രമിക്കുന്നത്. ഈ കുടുംബത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, പ്രാധാന്യമുള്ളവരാകുന്ന, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു ചിത്രം പുതിയ നിയമത്തിന്റെ ആദ്യത്തെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായം കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മളതിൻ്റെ അർത്ഥവും മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കണം. എല്ലാവരും ഈ കുടുംബത്തിൽ വിലയുള്ളവരാണ് എന്ന് തോന്നുമ്പോൾ, ഞാനും ഒരു കുടുംബയോഗത്തിന്റെ രക്ഷാധികാരിയാണ്, ഞങ്ങളുടെ കുടുംബയോഗത്തിന്റെ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രഗത്ഭരും പ്രശസ്തരുമായവരെല്ലാം കുടുംബയോഗത്തിൽ വരും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധിയോ നീളത്തി വരാൻ എന്ന് ചോദിച്ചാൽ, അതിനൊക്കെ വന്ന നാണക്കേണ്ട, ഞങ്ങൾ മരുന്നിന്റെ വിലാപം. വാസ്തവത്തില് ആ ഒരു കാഴ്ചപ്പാടിന് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിന് അത് പ്രസക്തമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് സുവിശേഷത്തിൽ പ്രസക്തമായ ഒരു ചിന്തയായതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ കുടുംബം ഇമ്പമുള്ളതായി തീരുന്നു എന്നുള്ളതാണ് സത്യം. ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ ശോഭ കെട്ടുപോവുകയും, ശരിക്കും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്കാണ് ഈ കുടുംബത്തിന്റെ കൂട്ടായ്മയുടെ പിന്തുണ ആവശ്യമുള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളുടെ കുടുംബം തിരുസഭയെ സ്നേഹിക്കുന്ന, സഭയെ ശുശ്രൂഷിക്കുന്ന, അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സവിശേഷമായ ശ്രദ്ധ പതിഞ്ഞ കുടുംബമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള വൈദികരുടെയും സന്യസ്തരുടെയും നീണ്ട നിര എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു വലിയ നന്മ, നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് കുടുംബത്തിലെ അംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ കൈത്താങ്ങായി വർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന മട്ടിൽ നിങ്ങൾ ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ്. ഈ തോമാപുരം ദേശമാണ് നടുവിലെ കുടുംബത്തിൻ്റെ ആസ്ഥാനമായി മലബാറിൽ കരുതപ്പെടുന്നത്. തോമാപുരത്ത് നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനങ്ങളും ഇടവകയിൽ നൽകുന്ന വലിയ പിന്തുണയും അത് പറയേണ്ടയാണ്. നമ്മുടെ വികാരിച്ചനാണ് എങ്കിലും ഇവിടെ വികാരിയാകുന്നതിന് മുമ്പ് നിങ്ങൾ നടുവിലെ കുടുംബക്കാരെ എനിക്കിവിടെ പരിചയമുള്ളത് കൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈ കുടുംബ കൂട്ടായ്മ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്രസംഗം പറഞ്ഞ് പിൻവാങ്ങുകയും നിങ്ങൾ കുടുംബാംഗങ്ങൾ കൂടുതൽ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ വളരുന്ന സാഹചര്യം സംജാതമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഇത് ജിയോ പുളിക്കലച്ചൻ എൻ്റെ ഗുരുവാണ്. അത് ധർമ്മടേരി കോളേജിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കുടുംബസംഘം കൊണ്ടേലും പോവുക കുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചോദിച്ചു, ഈ കുടുംബത്തിലെ ആണോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ വീട് നടുവിലേക്കൂട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ അനിയനെയും കൂടി കണ്ടതോടെ എനിക്കൊരു വിശ്വാസം, അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തടത്തൊന്നും പോവുകയില്ല
അദ്ദേഹം കൂടി വന്നപ്പോൾ ഇത് നടുവിലെ കുടുംബം തന്നെയാണ് എന്ന് മനസ്സിലായി എനിക്ക്. എല്ലാവർക്കും നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നമ്മുടെ ബെനഡിക്റ്റൈൻ സഭയുടെ വലിയ ഒരു പ്രൊക്യൂറേറ്റർ ഒരുപാട് അടുത്ത സാധ്യതയുള്ള ആളുമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു അച്ഛൻ. അച്ഛനെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ അതിരൂപത ഈ കെങ്കേരി മഠവുമായി ബന്ധപ്പെട്ട് ചില സ്ഥല ഇടപാടുകളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്ഥല ഇടപാടുകളൊന്നും രേഖകളൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു. അതേക്കുറിച്ച് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ നമ്മുടെ അച്ഛൻ്റെ നിർലോഭമായ പിന്തുണ ലഭിച്ചു എന്നുള്ളത് ഞാൻ അതിരൂപതയുടെ നാമത്തിൽ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ അഗസ്റ്റിനച്ഛൻ ചരൾ വികാരിയായിരുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അല്പം കൂടി വൈകിയായിട്ട് ജനിച്ചതെങ്കിൽ അദ്ദേഹം എന്നെ മാമോദിസ നോക്കുമായിരുന്നു. ഞാൻ അല്പം നേരത്തെ ജനിച്ചു പോയതുകൊണ്ട് തൊട്ട് മുമ്പത്തെ അച്ഛനാണ് എന്നെ മാമോദിസ നോക്കിയെന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ ആത്മീയ പിതാവ് കൂടിയായിരുന്ന അച്ഛനെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈ കുടുംബ കൂട്ടായ്മ, കുടുംബ സംഗമം, നടുവിലേക്ക് ഒരു കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഈശോയുടെ നാമത്തിൽ അറിയിക്കുന്നു. അഭിനന്ദ സ്നേഹം നിറഞ്ഞ പിതാവിന് സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിച്ചുകൊണ്ട് അഭിനന്ദ പിതാവ് നിറദീപം തെളിച്ച് നമ്മുടെ നടുവിലേക്ക് ഒരു കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അതിന് സാക്ഷികളാകാം. തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ എത്തി ഈ വീതി ധന്യമാക്കിയ അഭിനന്ദ പിതാവിന് കണ്ണിലേറ്റ് കുടുംബത്തിൻ്റെ ഒരു സ്നേഹോപകാരം സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിതാവിന് അത് സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റുമാരെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കാൻ വേണ്ടി പിതാവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരും അഭിനന്ദ പിതാവും ഒന്നിച്ച്
ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്. നടുവിലേക്കത്തെ കുടുംബയോഗം ഭാരവാഹികളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും പിതാവിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അടുത്തതായിട്ട് വികാരത്തിൻ്റെ പ്രസംഗത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് തോമാപുരം ഫോർമന വികാരിച്ച് പ്രിയപ്പെട്ട മാണിയച്ചനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മൈക്കിൾ സാർ, ഉദ്ഘാടകൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, വേദിയിൽ ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള നടുവിലെ കൂറ്റ് കുടുംബാംഗങ്ങളെ, മൈക്കിൾ ജെ ഫോക്സ് ആണ് പറഞ്ഞത്, the family is not an important thing, but the family is everything. കുടുംബം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, കുടുംബമാണ് എല്ലാം. നമുക്കറിയാവുന്നതുപോലെ സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് കുടുംബം. ഇത്രമാത്രം മഹത്തായ പാരമ്പര്യവും അതിലേറെ കുലീനത്വവും അതിലേറെ നന്മയും ദൈവീകതയും സൂക്ഷിക്കുന്ന നടുവിലെ കുറ്റു കുടുംബം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചതുപോലെ വൈദികരാൽ, സന്യസ്തരാൽ സമ്പന്നമായ ശ്രേഷ്ഠരായ അൽമായ സഹോദരി സഹോദരന്മാരുടെ നേതൃത്വത്താൽ സമ്പന്നമായ ഈ നടുവിലെ കൂറ്റ് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും കുടുംബയോഗത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മയും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കുടുംബം എന്നാൽ സഭയുടെ അടിസ്ഥാന ഘടകമാണ്, സമൂഹത്തിൻ്റെതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴെങ്കിലും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, കുടുംബം ഒരു സഭയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് കുടുംബത്തെ ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിച്ചത്. കുടുംബം ഒരു സഭയാണ്. കുടുംബം ഒരു സഭയാണെങ്കിൽ അപ്പനും അമ്മയും ഒരു കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു കുടുംബസഭയുടെ അധികാരികളാണ്. അന്നേരം നമ്മൾ സഭയോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ ശ്രദ്ധയും കൂടെ ഉണ്ടാകണം. ഞാനൊരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ ഒരു സഭയെ കൊണ്ട് നടക്കുന്ന, ഒരു സഭയുടെ അധികാരികളായിരിക്കുന്നവരാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ശ്രേഷ്ഠമായ കുടുംബ ബന്ധങ്ങൾ രൂപീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, കുടുംബത്തെ സ്നേഹിച്ചവരാണ് ദൈവം, കുടുംബത്തോട് ബന്ധം പുലർത്തിയവരാണ് ദൈവം എന്ന ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനതയെ, തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ റൂട്ടഡ് പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേരുകളുള്ള ജനത. അതുപോലെ തന്നെയാണ് ഓരോ കുടുംബവും സഭയിൽ അടിസ്ഥാനമായി വേരുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത, അത് ദൈവത്തിൽ വളരുന്നത് അതിശയത്തോടുകൂടെ മാത്രമേ നമുക്ക് നോക്കി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊരു റൂട്ടഡ് പീപ്പിളാണ്. അതുപോലെ തന്നെയുള്ളൊരു രാജകീയ ജനതയാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ രക്ഷയ്ക്കായി. അത് കർത്താവായ ക്രിസ്തുവിൻ്റെ നാമമാണെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 4:12 നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തു രാജാവായിരിക്കുന്ന ഒരു ജനതയാണ്, ഒരു കുടുംബമാണ് നമ്മളെന്ന് ഓർക്കാം. മൂന്നാമതായി, നമ്മളൊരു വെറും ഭൗതിക ജനതയല്ല, ഒരു ആത്മീയ ജനതയാണ്. അതുകൊണ്ടാണ് ഈ പൗരോഹിത്യം, ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, ദൈവവിളി പ്രോത്സാഹനാർത്ഥം സെബാസ്റ്റ്യൻ ചേട്ടനോട് സൂചിപ്പിച്ചതുപോലെ ദൈവവിളി പ്രോത്സാഹന നിധി നിങ്ങൾ രൂപീകരിച്ചിരിക്കുകയാണ്. അത് വളരെ നല്ല കാര്യമാണ്. എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു ചിന്ത, കുട്ടികളുടെ എണ്ണം, ഞാൻ ഒരാളുടെ നമസ്കാരം ഈയിടയ്ക്ക് ഇവിടെ തോമാപുരത്ത് കേട്ടപ്പോൾ, സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്.
ഞാൻ ചോദിച്ചു എത്ര മക്കളുണ്ടാകണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞു ഇൻ സിംഗപ്പൂർ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. മക്കളെ വളർത്തുക എന്നുള്ളത് വളരെ ചെലവ് പിടിച്ച കാര്യമാണ്. അങ്ങനെ 1 2 ഒക്കെ മതിയെന്ന്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളേതായാലും ഒരു ദൈവവിളി പ്രോത്സാഹന നിധി തുടങ്ങിയപ്പോൾ മക്കളെ കൂടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് 2 മക്കൾ മതിയെങ്കിൽ 3ാമതൊരു കുഞ്ഞിനെ നിങ്ങൾ ജനിപ്പിച്ച് ആ കുഞ്ഞിനെ മഠത്തിലോ സെമിനാരിയിലോ വിട്ട് വൈദികനോ കന്യാസ്ത്രീയോ ആക്കിയാൽ ഈ സഭ കൊണ്ടു നടക്കാൻ എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെ നമ്മുടെ വിശ്വാസ തികവിൽ ദൈവത്തോട് ചേർത്ത് നിൽക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ രൂപീകരിച്ചെടുക്കാനും സഭയ്ക്ക് സംഭാവന ചെയ്യാനും സാധിക്കുമെന്ന് കരുതുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുടുംബയോഗത്തിന് വളരെ മനോഹരമായിട്ടൊരു നാടകവും ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി ഒരു നാടകം, അനുഗ്രഹീത കുടുംബം എന്ന പേരിൽ. അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു തനത് സംഭാവനയായിരിക്കും. ചിലപ്പോൾ ഈ മലബാറിൻ്റെ ഒരു തനത് സംഭാവനയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്ന കലാരൂപം. വളരെ മനോഹരമായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ടോമി അച്ഛൻ്റെയും മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ അത് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളെല്ലാം സഹകരിച്ച് നടത്തുമ്പോൾ തീർച്ചയായിട്ടും വേറിട്ടൊരു കുടുംബ സംഗമം, സംസ്ഥാനതല സംഗമമായി ഇത് മാറുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു, എല്ലാ നന്മയും നേരുന്നു. ത്രിയേക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാണിയസ. നടുവിലേക്കിട്ട് കുടുംബയോഗ സെൻട്രൽ സൗണ്ട് രക്ഷാധികാരിയും സുത്യർമ്മമായി സേവനം എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു 3-4 പോയിന്റ് നിങ്ങളുടെ പരിചയത്തിന് വേണ്ടി നൽകാനുണ്ട്. ഒന്ന്, ഒരു 78 വർഷം മുമ്പ് കൊച്ചുപാപ്പൻ എന്നൊരു മനുഷ്യൻ മലബാറിലേക്ക് കുടിയേറി. അദ്ദേഹം പയ്യന്നൂർ മുതൽ കാൽനടയായി ചിറ്റാരിക്കായലിലേക്ക് വരികയാണ്. വരുന്ന വഴികളൊന്നുമില്ല, കാട്ടിട്ടാണ് വരാൻ. വിശന്ന് കുടിക്കാൻ വെള്ളമില്ലാതെ വലഞ്ഞ് നടന്നപ്പോൾ ഒരു വീട് കണ്ടു. ആ വീടിനുള്ളിൽ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആളുമായി കയറി. ആരാണെന്ന് ഞാൻ മറന്നുപോയി. കൂടെയുള്ളത് വിശന്നിങ്ങനെ അവർ നോക്കിയപ്പോൾ ഉറിയെന്നാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുന്നില്ലായിരിക്കും. ഉറിയേല് ഒരു കരത്തിനകത്ത് പോലെ ചോറിരിക്കുന്നു. പുലി അതാണ് എടുത്ത് മുഴുവൻ കഴിച്ചു. അത് 2 പേരും കൂടി. എന്നിട്ട് മറ്റത്തിറങ്ങി നിന്നപ്പോൾ ഇതാ ഒരു ചേട്ടത്തിൽ കൊച്ചിനെ കൊണ്ട് വരുന്നുണ്ടോ ഇതൊക്കെ. അപ്പോൾ കൊച്ചുപാപ്പൻ നല്ല വാചാലതയും നല്ല ജനിക്കാനും ഒക്കെ വശമുള്ള ആളായതുകൊണ്ട് പുള്ളി ഈ സ്ത്രീ മറ്റത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ഇനി അരിയുണ്ടോ ഇരിപ്പ് ചേച്ചി എന്ന് ചോദിച്ചു. എന്നിട്ട് വിവരം പറഞ്ഞു, ഞങ്ങൾ വഴിതെറ്റി വിശന്ന് അടുത്ത് വന്നതാണ്. നിങ്ങളുടെ ഉറിയിൽ ഇരുന്ന ചോറ് മുഴുവൻ ഞങ്ങൾ കഴിച്ചു, ക്ഷമിക്കണം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വളരെ നന്ദി, കുഴപ്പമില്ല, അരിയുണ്ട്. ഇതാണ് ഒരു ചരിത്രം. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ആരുടെയും സാക്ഷ്യം വേണ്ട. അങ്ങനെ ഇവിടെ കയറി. പിന്നെ ചാണ്ടിച്ചേട്ടൻ വന്നു, താഴ്ചേട്ടൻ വന്നു, ജോസഫ് വന്നു, ദേവസ്യ വന്നു. ഇങ്ങനെ ധാരാളം പേര് ഇവിടെ എത്തി. അത് ആദ്യകാലത്ത് വന്നവരെ മറക്കരുത്. അവരുടെ ഓർമ്മയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ. ഒരിക്കലും അവരെ മറക്കരുത്. 2, ഞാൻ മാഹി തൊട്ട് ഇവിടം വരെ ഈ രാത്രിക്ക് വന്നപ്പോൾ, ഇന്ന് രാവിലെ വന്നപ്പോൾ അവിടെ തൊട്ട് ഇവിടം വരെ ഒരു കാര്യം സൂക്ഷിച്ചത്, നല്ല ക്ലീനായ റോഡ്, ഒരു ചപ്പുചവറും വഴിയിൽ എങ്ങുമില്ല. ഞങ്ങളുടെ പാലായിക്കടൊക്കെ അങ്ങ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ മൂക്കടച്ചു പിടിക്കണം. ക്ഷമിക്കണം കേട്ടോ, പാലക്കാട് നമ്മളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. അത് തൊട്ട് വന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പഴയ ടൗണിൽ കയറാം. അതിൻ്റെ പുറകിലെ പള്ളി എൻ്റെ ഓർമ്മയുണ്ട്. പഴയ ടൗണിൽ കയറിയപ്പോൾ വലിയ ടൗണായി മാറി. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ. അവൻ്റെ ഹൃദയത്തിലെ ദൈവം വാഴും. ഞാൻ അമേരിക്കക്കാരായ മലയാളികളോട് പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതം വിജയിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. 1,
സമയനിഷ്ഠ. സമയത്ത് തുടങ്ങണം, സമയത്ത് അവസാനിക്കണം. ഇപ്പം ഞാൻ അതിന് എനിക്കിട്ടത് അപ്ലൈ ചെയ്തു കേട്ടോ. സമയത്ത് തുടങ്ങണം, സമയത്ത് അവസാനിക്കണം. കുർബാന ഇത്ര മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ തുടങ്ങണം, ഇത്ര മണിക്ക് അവസാനിക്കണം. പ്രധാനം അത് തന്നെ. ഏത് കാര്യം സമയത്ത് തുടങ്ങണം. മലയാളികളോട് പറയാറുണ്ട്. 2 സത്യനിഷ്ഠ. സത്യം മാത്രമേ പറയാവൂ, സത്യം മുഴുവൻ പറയണമെന്നില്ല. 2ാമത് നമ്മളെ ഒരാൾ ചോദ്യം ചെയ്യാൻ വരുന്നത് ആ രീതിയിൽ സംസാരിക്കരുത്, സത്യനിഷ്ഠ. 3ാമത്തേത് കൃത്യനിഷ്ഠ. ഏതാണ്ട് ആദ്യം പറഞ്ഞുകൊണ്ട് അടുത്ത് 4 സ്പിരിച്വാലിറ്റി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ദൈവത്തോടുകൂടി ഓർമ്മയാണ്. ഞാൻ ക്ഷമിക്കണം, ഞാനിവിടെ ഈ ചില പുസ്തകങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇന്ന് വന്ന വഴിയെ അടിച്ചു കിട്ടിയ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് എത്ര തെറ്റുണ്ട്, നല്ല നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ നിഷ്ഠകളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കോപ്പി ഇവിടെയുണ്ട്. ഇതാണ് എൻ്റെ ദാസി, അമ്മയെ പറ്റിയാണ്. 2 എൻ്റെ അമ്മ. 3 പ്രായമുള്ളവർക്ക് ക്രിസ്തു കൃഷ്ണനും ഭാരതത്തിൽ. 4 ഉണക്കമരത്തിലെ നരച്ചമുടി. അതെന്നെ പറ്റിയാണ്. എൻ്റെ പോലെ പ്രായം ചെന്നവരെ പറ്റി. പ്രായം ചെന്നവരിലാണ് ഈശ്വരൻ എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. 4ാമത്തേത് ദൈവവിളി. എനിക്ക് അടുത്തതായി പറയാനുള്ള ദൈവവിളിയെ പറ്റിയാണ് 2ാമത്തെ പോയിന്റ്. ഞാൻ അതിനിടയ്ക്കൊരു വാക്ക് കറക്റ്റ് ചെയ്തോട്ടെ. നടുവിലെ കൂറ്റ് എന്നത് നിങ്ങൾ എഴുതുന്ന സ്പെല്ലിങ് പരമ്പരാഗതമായ സ്പെല്ലിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഗുരുഭൂതന്മാർ എന്നെ പഠിപ്പിച്ചതുണ്ട്. കർണാടക തമ്പുരാനോട് ഭൂമി ഒറ്റിയെടുത്ത് വാങ്ങി 10 കൊല്ലം കൃഷി ചെയ്ത് കഴിയുമ്പോൾ അത് ആ പണിയെടുക്കുന്ന ആളിൻ്റെതായി മാറുകയാണ് പകുതി. അപ്പോൾ നമ്മുടെ വീട്ടുകാരെല്ലാം നല്ല ബ്രാഹ്മണന്മാരെന്ന് പറയുന്നു, അറിഞ്ഞുകൂടാ നമുക്ക്. അപ്പോൾ നല്ല പണിക്കാരാണ്, കൃഷിക്കാർ. അവരെ രാജാവിന് ഇഷ്ടമായി. അങ്ങനെ പണ്ട് 10 കൊല്ലം കഴിയുമ്പോൾ അത് 3ആയിട്ട് വിഭജിച്ച് നടുവിലെ കൂട്ടം എടുത്തത് അതിലെ വീട്ടുകാരായി മാറി. നടുവിലെ കൂട്ടം KOOT. ചിലത് അത് വളരെ തമാശ, KKUTTU കുട്ടു എന്നൊക്കെ എഴുതാറുണ്ട്. അത് മലയാളം. കടനാടൻ എഴുതുന്നത് KDU ഗവൺമെൻറ് എഴുതുന്നത്, പള്ളി എഴുതി വെച്ചിരിക്കുന്നത് കടനാട്, അത്രയുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇത്രയും ആൾക്കാർ വന്നത് വളരെ നീറ്റ് ആൻഡ് ടൈഡിയാണ്. നമ്മുടെ രാജീവ് ഗാന്ധിയെ പറ്റി ആയിരുന്നു ലോകം മുഴുവൻ പറയും. മിസ്റ്റർ ക്ലീൻ. ഇന്ന് അതേതാണ് സോപ്പിൻ്റെ പരസ്യമാണ്. മിസ്റ്റർ ക്ലീൻ. അവരിങ്ങ് വരുന്ന കാണുമ്പോൾ ഇതാണ് ഇന്ത്യ. നമ്മളുടെ വൃത്തിയായി നീറ്റായി പള്ളിയിലേക്ക് വരുന്ന കാണുമ്പോൾ ഇത് പള്ളിപ്പുറമാണ്. എവിടെയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ. ശ്രമിക്കുക, പ്രാർത്ഥന. ഇതാണ് പറയുകയുണ്ട്. ഇനി ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരെ പറ്റി പറയാൻ പോവുകയാണ്. പിതാവ് എന്നെ പിടിച്ച് അത് ഞാൻ പിടിക്കാൻ പോകും. ഞാൻ ചരലിടവകയിൽ ആലപ്പുറത്ത് വേറൊത്ത് ആദ്യ വികാരിയായി നല്ല രാജകുമാരനെ പോലെ കഴിഞ്ഞ നേരത്ത് കൊല്ലപ്പള്ളി പിതാവ് വിളിച്ചു പറഞ്ഞു, ചരലിന് അവിടെ 3 മാസമായിട്ട് അച്ഛന്മാരില്ല. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുകയില്ല. എനിക്ക് പറയായിരുന്നു, കാരണം എൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു കർണാട്ടിലെ കൊല്ലപ്പള്ളി പിതാവ് ആകുന്നതിന് മുമ്പ്. പിന്നെ വേറെ ധാരാളം ബന്ധങ്ങളൊക്കെ ഉണ്ട്, അത് പറ്റുകയില്ല. ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ചെറുപ്പക്കാരിലെ താങ്കളെ കൊണ്ട് എൻ്റെ തോട്ടത്തിൽ പോകണം. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. 3-ാം തവണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോയില്ലെങ്കിൽ ഞാനിപ്പോൾ കൽപ്പന എഴുത്തരും. അപ്പോൾ അത് പിതാവിൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പലരെയും പരിചയപ്പെട്ടു. ഞാൻ കണ്ടുപിടിക്കുകയൊന്നുമില്ല കേട്ടോ, ഒരിക്കലും കുടിച്ചിട്ടില്ല. ഹാർട്ട് രോഗി കൂടെയാണ്, അതൊന്നും പേടിക്കേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ധാരാളം പേരെ പരിചയപ്പെട്ടു. പല പ്രശ്നങ്ങളും 6-നക്കരയാണ്
ഒരൊറ്റ പോലീസ് വരികയില്ല. അവസാനം ഞാനായി അവിടുത്തെ പോലീസ്. ഗുണവും ദോഷവും എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈക്കാരന്മാരൊക്കെ ആയിരുന്നു പാമ്പാടി കുടുംബത്തിലെ ആൾക്കാർ. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം ഈ കുടുംബത്തിൽ ഒരു പക്ഷെങ്കിലും അച്ഛനാകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം അച്ഛനല്ലാത്ത വലിയ ആളായി. ദൈവത്തിൻ്റെ അനുഗ്രഹം. അന്ന് ആ ഒരു സെമിനാരിക്കാരനും 2 മടത്തിപ്പോയ പെൺപിള്ളേരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ മറുവശം ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ കുടുംബത്തിൽ നിന്ന് ഇന്ന് പാമ്പാടി കുടുംബത്തിൽ നിന്ന് പല വൈദികരും കന്യാസ്ത്രീകളും. ഒരു ദിവസം ഞാൻ ബ്രസീൽ ജോലി ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ ബോംബെ വന്ന് വഴി തെറ്റി അവസാനം ഒരു ദിവസം ടിക്കറ്റ് മുടക്കി കിടക്കാൻ നോക്കി ഒരു സ്ഥലം കിട്ടാതെ അന്തേരിയിലൊരു പള്ളി കയറി ചെന്നു. അപ്പോൾ വലിയ താല്പര്യമൊന്നും കണ്ടില്ല. അവിടെ ആ തൊട്ടുമുറ്റത്തുണ്ടായിരുന്ന മഠത്തിൽ പാമ്പാടിയിലെ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പള്ളിക്കുളത്ത് പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ടുള്ളതാണ്, പേരൊക്കെ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് ഇന്ന് ധാരാളം വൈദികരുണ്ട്, ധാരാളം കന്യാസ്ത്രീകളുണ്ട്. അതാണ് ഒരു പ്രത്യേക ഗുണം. ആരെങ്കിലും സഹിച്ചാൽ, ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് വേണ്ടതായ ഗുണം തരും. ഞാൻ നിർത്തുകയാണ്. കുടുംബ കൂട്ടായ്മ നിങ്ങളത് തുടരണം. മാതാപിതാ മക്കൾ സ്നേഹം തുണ ഇണ പരിശുദ്ധി പാണ്ഡിത്യം പുരാതനത്വം ഇണ തുണ ഇതെല്ലാമാണ് കുടുംബം. സ്നേഹത്തോടുകൂടി കുടുംബത്തിൽ മുമ്പോട്ട് പോകുന്നതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ വാക്കിൽ ഉത്തരവില്ല. കുടുംബം എന്തെന്ന് പെട്ടെന്ന് നിർവചിക്കാൻ പറ്റുന്നതല്ല. മാതാവും പിതാവും മക്കളും ഉള്ള ഒരു കൂട്ടമാണ് കുടുംബം. സ്നേഹത്തിൽ യോജിപ്പ്, രക്തബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം, സമൂഹത്തിൻ്റെ ഉറവിടം, രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം, ഫാമിലി, ഒരു കൂരയ്ക്കുള്ളിൽ വസിക്കുന്നവർ, ഒരു ഭർത്താവും ഒരു ഭാര്യയും അവരുടെ മക്കളും. സൃഷ്ടിച്ചത് ദൈവം. ആദിമ പർദീസ അതിൻ്റെ തുടർച്ച. സ്നേഹിക്കാൻ വേണ്ടി പറ്റി ഇണയും തുണയുമായി. അവിടെ എത്ര പിള്ളേരൊന്നും ദൈവം പറഞ്ഞില്ല, സ്നേഹിക്കാനേ പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ സ്നേഹത്തിന് ഫലം പിന്നാലെ ഉണ്ടായതായ ആദ്യ പേരുകൾ ബൈബിളിൽ വായിക്കാം. ക്രൈസ്തവ കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ ബൈബിളിലുണ്ട്, വായിക്കുക. ലക്ഷണം, ശിക്ഷണം, ബഹുമാനം, ഒന്നിപ്പ്, സ്നേഹം, പെരുമാറ്റം. ഇത് നടക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ചെറിയ കണക്കങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ 1-2 പേർ കൂടി രഹസ്യമായി പറഞ്ഞു തീർക്കണം. സന്തോഷമായിട്ട് പോകും. നിങ്ങളാണ് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക്. തിരുവിതാംകൂറിൽ നിന്നുള്ള അച്ഛന്മാരുടെയൊക്കെ ഓരോ നിന്ന് പോയി, കൈരേറ്റിൽ നിന്നും വന്നവരൊക്കെ പോയി. ഇപ്പോൾ മലബാറിൽ നോക്കുമ്പോൾ ഇവിടെയുള്ളവരിൽ നിന്നാണ് ധാരാളം അച്ഛന്മാർ വരുന്നത്. കേട്ടോ എത്ര പേര് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളത് ലീഡ് ചെയ്യണം. ഞാനായിരുന്നു എൻ്റെ ഇടവകയിലെ അവസാനത്തെ അച്ഛൻ. അത് കഴിഞ്ഞ് ബ്രേക്ക് വന്നു. അല്ലെങ്കിൽ എല്ലാ വർഷവും 2-3 പേരുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് നിർത്തി വലിയ 10 കൊല്ലം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തിരുവിതാംകൂറും മുഖാരിച്ചും ഒക്കെ പതുക്കിയ സ്ലോയിലാണ്. ഇവിടെ നോക്കിയേ ഇപ്പോൾ നിങ്ങളാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് നിങ്ങളാ ദീപം മുമ്പോട്ട് നയിക്കൂ. ധാരാളം വൈദികരും നമ്മുടെ രൂപത്തിൻ്റെ തലശ്ശേരി രൂപതയാണ് ഏറ്റവും നല്ല രൂപത. സ്നേഹത്തോടുകൂടി പിതാവിന് പ്രത്യേകം അതിനെ നയിക്കുന്നതിന് വേണ്ട ദൈവാനുഗ്രഹം ദൈവം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒറ്റ കാര്യങ്ങൾ. ഈ പുസ്തകം ഞാൻ എൻ്റെ പിതാവിന് എൻ്റെ ഇടവക്കാരന് നൽകുന്നില്ല. ഇത് വേണ്ടവർക്ക് അവിടെ ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും. പണ്ട് കാലത്ത് ഞാൻ ഇതെൻ്റെ 32ാമത്തെ പുസ്തകമാണ്. പണ്ട് കാലത്ത് അതെല്ലാം പ്രീതിയായിരുന്നു. ഇപ്പോൾ കിട്ടുക. അതുകൊണ്ട് അവർ പറയും ഏതായാലും എല്ലാവരും സാധിക്കുന്നവർ ഓരോന്ന് വാങ്ങിച്ചു പോവുക. വളരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് ജോസച്ചൻ കോവിഡ് കാലത്ത് 3 വർഷമെടുത്ത് എൻ്റെ ബ്രദർ എഴുതിയ ഒരു പുസ്തകമാണ്. ബൈബിളിൻ്റെ 1-ാം വാചകം തൊട്ട് അവസാന വെളിപാടിൻ്റെ ലാസ്റ്റ് വാചകം വരെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു പുസ്തകം. അത് നിങ്ങൾ ഒന്ന് നോക്കി പോകണമെന്ന് താല്പര്യപ്പെടുക. ഇതെല്ലാം പഠിക്കുക. അച്ഛൻ കൊടുക്കും. അഗസ്റ്റിനസിന് സ്നേഹം എന്ന വാക്കുകൾക്ക് ഹൃദ്യമായി നന്ദി. അടുത്തതായിട്ട് അതിൻ്റെ പിതാവ് തിരക്കുള്ളതുകൊണ്ട് പോകുവാനായിട്ട് തുടങ്ങുവാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട വൈദികനും സന്യസ്തനും അതിൻ്റെ പിതാവിനോടൊപ്പം ഈ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് തന്നെ
ഒരു ഫോട്ടോ. മുൻനിരയിലുള്ള ഇരിക്കുന്നു, ബാക്കി പുറകിലുള്ള 2 നിരയിൽ നമ്മളെല്ലാവരും നിൽക്കുന്നു. മെഗാ സ്റ്റേജ് ഷോ അവതരിപ്പിക്കുന്ന കുടുംബയോഗ കലാകാരന്മാർക്ക് അവരുടെ ഗാനോടൊപ്പം ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരവസരം ചോദിച്ചിരുന്നു. ചെറിയൊരു ശരിയൊക്കെ ആകാം കേട്ടോ ജയപ്പേട്ട. വേദിയിലിരിക്കുന്ന വിശിഷ്ട വൈദികരെ, നടുവിലെ കൊച്ചു കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ചിറ്റാരിക്കാർ നടുവിലെ കൊച്ചു കുടുംബയോഗത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ഉപ്പുതറ വെച്ച് നടത്തിയപ്പോഴും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സമ്മേളനത്തിൽ വരുന്നത്. ഇവിടെ നേരത്തെ പ്രസംഗിച്ചവരെല്ലാം പറയുകയുണ്ടായി, എത്രയോ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കുടുംബ സമ്മേളനം. ഞങ്ങളുടെ പുളിക്കൽ കുടുംബത്തിലും ഇതുപോലെ ചെറിയ രീതിയിൽ കുടുംബ സമ്മേളനം വർഷങ്ങളായിട്ട് നടത്താറുണ്ട്. പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ സ്നേഹത്തിൽ, ഐക്യത്തിൽ, സഹകരണ മനോഭാവത്തിൽ വളരുവാൻ കുടുംബ സമ്മേളനം ഒത്തിരിയേറെ സഹായകമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ പിതാവ് സൂചിപ്പിച്ചതുപോലെ കുടുംബ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ടവരെ നമ്മൾ തിരസ്കരിക്കാതെ അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ കുടുംബ സമ്മേളനം നടത്തുവാൻ സഹായിക്കട്ടെ. ഈ നടുവിലെ കുടുംബ സമ്മേളനത്തിന് എല്ലാ ഭാവങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു തോമസ് അച്ഛാ. നടുവിലേക്കുറ്റി കുടുംബയോഗം ഹൈറേഞ്ച് സോൺ പ്രസിഡന്റായ രാജേഷ് ജോസഫിനെ ഈ കുടുംബ സംഗമത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി അതിരൂപതയുടെ പിതാവ് മാർ ജോസഫ് അമ്മാൻ പിതാവ്, നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മൈക്കിൾ, മുഖ്യ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ തോമാപുരം പുറവനാപ്പള്ളി വികാരി മാണി അച്ഛൻ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ അഗസ്റ്റിൻ നടുവിലെ വിദഗ്ധ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടരായ വൈദികരെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിസ്റ്റേഴ്സ്, നല്ലവരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടൊപ്പമായി നമ്മുടെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഹൈറേഞ്ച് സോണിലെ മേലുകുളത്ത് വെച്ചാണ് കുടുംബ സംഗമം നമ്മൾ ഒത്തുകൂടിയത്. അന്ന് അതിൽ പങ്കെടുത്ത പല മുഖങ്ങളെയും ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കാണാം. എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആളുകൾ മുഖപരിചയം തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ അവിടെ എത്തിച്ചേരുകയും ഹൈറേഞ്ചിൽ മോശം വഴികളിലെല്ലാം എത്തി ഞങ്ങൾ അവിടെ ആ കുടുംബ സംഗമം ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളെല്ലാം സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതിന് ഒത്ത ഒരു വിധത്തിൽ ഹൈറേഞ്ചിൽ നിന്നൊക്കെ ആളുകളുടെ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഹൈറേഞ്ച് സോണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ ഒരു മേഖലയാണ്. ഏകദേശം 4 രൂപതകളിലായിട്ടൊക്കെയാണ് ഹൈറേഞ്ച് സോണിലെ ആളുകൾ അധിവസിക്കുന്നത്. അപ്പം അത്രയും ഒരു വലുതായ ഏരിയയിലുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ, അവരെ ഇത്ര ദൂരത്തിൽ പങ്കെടുപ്പിക്കുന്നതിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മോശമല്ലാത്ത ഒരു നമ്പർ ആളുകൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. വളരെ നമ്മുടെ കുടുംബസംഗമം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ആദ്യമായി ഞാൻ ഈ കുടുംബസംഗമം ഇത്ര ഭംഗിയായി ഇവിടെ സംഘടിപ്പിക്കുകയും ഇത്ര നല്ല കലാകാരന്മാരെയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കോർത്തിണക്കി എത്ര ഭംഗിയായി ഈ കുടുംബസംഗമം മുന്നോട്ട് കൊണ്ടുപോകാൻ മലബാർ സോണിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും
അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ഏറ്റവും കൃത്യമായ ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ ഈ സമയം ഓർക്കുന്നു. നമ്മുടെ കുടുംബയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇതിനു മുമ്പ് ഇവിടെ പ്രസംഗിച്ച ആശംസകളായിട്ടും അധ്യക്ഷ പ്രസംഗം നടത്തിയവരൊക്കെ ആയിട്ട് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ കുടുംബ യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും ഒരു മാതൃകയാകുന്ന വിധത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളെ കണ്ടാൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഇത് നടുവിലെ കുടുംബത്തിലെ ഒരു അംഗമാണ് എന്ന് തിരിച്ചറിയാൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഈ സമയം ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ എല്ലാ മേഖലകളിലും ചാരിറ്റി ആയിക്കോട്ടെ, സ്വാതന്ത്ര്യത്തിന്റെ മേഖലയായിക്കോട്ടെ, ദൈവവിളിയുടെ മേഖല, എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ അനുഗ്രഹവും സർവശക്തനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉച്ചയ്ക്ക് മുമ്പുള്ള പരിപാടികളിൽ ബഹുമാനപ്പെട്ട തോമസ് വട്ടമല അച്ഛനും കൂടി പ്രസംഗിക്കാറുള്ളൂ. ബാക്കിയുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തിലാണ് പ്രസംഗിക്കുക. ഉടൻ തന്നെ 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു നാടകം ഈ സ്റ്റേജിൽ അരങ്ങേറുകയാണ്. അത് ഉച്ചഭക്ഷണത്തിന് മുമ്പ് 1 മണി 1:05 1:10 മുമ്പ് തീരും. കലാകാരന്മാർ പെട്ടെന്ന് റെഡിയാവുക. ബഹുമാനപ്പെട്ട വട്ടമല അച്ഛനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇതിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒത്തിരി നീട്ടിയത് പറയുന്നില്ല. ഞാൻ പിതാവ് പറഞ്ഞിട്ട് ഓർമ്മിക്കുകയായിരുന്നു, ബൈബിളിൽ നല്ലതും തിന്മയുമുണ്ട്. ബൈബിളിൽ ഓരോ പുസ്തകവും എടുത്താൽ കുടുംബത്തിൻ്റെ കഥകളാണ് നമ്മൾ അവിടെ കാണുക. ഈ കഥകളിലൂടെ വായിക്കുമ്പോൾ നന്മയും തിന്മയും നമ്മൾ കാണും. തിന്മയെ അവിടെ കൊടുത്തിരിക്കുന്നത് തിന്മയെ വേണ്ട എന്ന് വെക്കാനും നന്മയെ സ്വീകരിക്കാനുമാണ്. അപ്പോൾ നന്മയെ സ്വീകരിക്കാൻ, തിന്മയെ വെറുക്കുക. എന്നാൽ തിന്മ ചെയ്ത വ്യക്തികളെ വെറുക്കാൻ പാടില്ല. നന്മ ചെയ്ത വ്യക്തികളെ സ്വീകരിക്കുന്നത് പോലെ തന്നെ തിന്മ ചെയ്ത വ്യക്തികളെ നമ്മൾ സ്വീകരിക്കണമെന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കലാരൂപങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ എല്ലാവിധ നന്മകളുമുള്ള കുടുംബമാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പോരായ്മകളുള്ളവരും കാണും. പോരായ്മയുള്ളവരെയൊക്കെ ഒത്തുചേർന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇതുവരെ നമുക്കത് സാധിച്ചു. ഇനിയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ, ഒരുമിച്ച് കൂട്ടായി നിൽക്കുവാൻ, ഒന്നായി നിന്ന് പ്രവർത്തിച്ച് ദൈവാനുഗ്രഹമായി തീരുവാൻ, അതോടൊപ്പം തന്നെ ധാരാളം ദൈവങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ ഇടവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സങ്കീർത്തനം 133 വാക്യം 1, സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സാഹോദര്യത്തിന്റെ മഹത്വവും ഐക്യത്തിന്റെ ശക്തിയും പ്രതിഫലിപ്പിക്കുന്ന വളരെ ആഴമുള്ള ഒരു ദൈവവചനമാണ് ഇത് എന്ന് ഈ കൂട്ടായ്മയിൽ നിറവേറിയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ദൈവവചനം സത്യമാണ് എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ ഐക്യത്തിന്റെ, അഭിമാനത്തിന്റെ പ്രതീകമായ ഈ സംഗമത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നന്ദി പറയുക എന്ന ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും സ്നേഹവും സഹകരണവും എന്നിവയെ നന്ദിയോടെ ഓർക്കാനും ഒത്തിരി സന്തോഷമാണ്. ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അതിലെ എല്ലാ അംഗങ്ങളെയും നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ല തമ്പുരാന്, ഈ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു കൂട്ടാൻ സാഹചര്യമൊരുക്കുന്ന ആ നല്ല തമ്പുരാന് ഒത്തിരി നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ കുടുംബത്തിന്റെ ഉദ്ഘാടന സമ്മേളനം വിജയകരമായി നടത്തുവാൻ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കട്ടെ. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാപ്പാന പിതാവ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത്, നമുക്കറിയാവുന്നതുപോലെ പിതാവ് ഒത്തിരി തിരക്കുള്ള വ്യക്തിയാണ്.
ആ തിരക്കുകൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയിൽ ഓടിയെത്തിയത്. പിതാവിന്റെ സാന്നിധ്യം തന്നെ എത്രമാത്രം പ്രചോദനകരമാണ് എന്ന് പിതാവിന്റെ സന്ദേശവും പ്രാർത്ഥനയും ഈ സമ്മേളനത്തിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകും എന്നതിൽ സംശയമില്ല. പിതാവിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സംസ്ഥാന സമ്മേളനത്തിന് നമ്മൾ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ച മലബാർ സോണിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ ടോമി നടുവിലേക്കുട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ എൽ ഡി ജേക്കബ് മലബാർ സോൺ പ്രസിഡന്റാണ് നമ്മുടെ ഈ കുടുംബ സമ്മേളന ആമുഖ പ്രഭാഷണം നടത്തി അദ്ദേഹത്തിന്റെ പ്രബോധനം, കുടുംബങ്ങളുടെ ഐക്യത്തിന്റെ പ്രാധാന്യവും ഇത്തരം സമ്മേളനങ്ങളുടെ ആവശ്യകതയും വിശദീകരിച്ച് യോഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി വളരെ നന്ദി രേഖപ്പെടുത്തേണ്ടത് ശ്രീ സെബാസ്റ്റ്യൻ മൈക്കിൾ തിരുവിതാംകൂർ സെൻട്രൽ സോണിന്റെ പ്രസിഡന്റാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനും ത്യാഗത്തിനും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നു തോമാപുരം ഫൊറോന പള്ളി വികാരി വലിയ ബഹുമാനപ്പെട്ട മാണി മേൽവട്ടം അച്ഛന് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസത്തിന്റെ ശക്തിയെ പ്രതിഫലിപ്പിച്ചു. അച്ഛന് കുടുംബയോഗത്തിന്റെ പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചത് ഫാദർ അഗസ്റ്റിൻ നടുവിലേക്കുട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം പതിവ് പോലെ ചിന്താദീപകമായിരുന്നു. അദ്ദേഹം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വൈദികനാണ്. കൂടുതൽ ഔപചാരികയുടെ ആവശ്യമില്ല. തൻ്റെ കുടുംബാംഗങ്ങളോട് സ്നേഹത്തെ പ്രതി ഈ കുടുംബസഭയിലൂടെ വരികയും നമ്മളെല്ലാം സ്നേഹത്തിൻ്റെ വാക്കുകൾ നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച വലിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിനും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്ത നന്ദി അറിയിക്കുന്നത് ഫാദർ തോമസ് വട്ടമല ഇടുക്കിയിൽ നിന്ന് എത്തിയിരിക്കുന്ന അച്ഛനാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച അച്ഛൻ സ്നേഹപൂർവമായ സന്ദേശം ഈ സമ്മേളനത്തിന്റെ ആത്മീയതയെ വർദ്ധിപ്പിച്ച് അച്ഛനും യോഗത്തിന്റെ പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. അടുത്ത നന്ദി അറിയിക്കുന്നത് ശ്രീ രാജേഷ് വാളികുള ഹൈറേഞ്ച് സോൺ വൈസ് പ്രസിഡന്റാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ രാജേഷ് വാളികുളത്തിനും അദ്ദേഹത്തിന്റെ ഒപ്പം ആശംസകൾ അറിയിച്ച് സംസാരിച്ച എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയിലായിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഹൈറേഞ്ച് സോണുകളിൽ നിന്ന് എത്തിയവർക്ക് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുടുംബം എത്രമാത്രം വിലപ്പെട്ടതാണ്, ആ ബന്ധം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൈറേഞ്ച് സോണിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ആദ്യത്തെ വരുന്ന മലബാർ സോണിന്റെ ഭാരവാഹികളെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ ഉദ്ഘാടന സമ്മേളനം വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കുകയും ഇതിലെ ഓരോ കാര്യങ്ങളും ഓരോ ഭാഗങ്ങളും മനോഹരമാക്കുവാൻ ആത്മാർത്ഥതയോടുകൂടി ഭാരവാഹികളോടുകൂടി പ്രവർത്തിച്ച ഓരോ കുടുംബാംഗങ്ങൾ മലബാർ സോണിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി നടക്കാൻ പോകുന്ന മറ്റു പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ എളിയ നന്ദി പ്രസംഗവും ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നായ നടുവിലേക്കുറ്റി കുടുംബത്തിൻ്റെ കുടുംബ സംഗമം ഈ മെയ് 7-ാം തീയതി ചേരുകയാണ്. കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായി മാറി മാറിയാണ് സാധാരണ ഈ കുടുംബ സംഗമം ചേരാറുള്ളത്. ഹൈറേഞ്ചിലും കോട്ടയത്തും, മധ്യ കേരളത്തിലെ കോട്ടയത്തും, അതുപോലെ മലബാർ ഭാഗത്തുമാണ് ചേരുന്നത്. ഈ കുടുംബം 1500-ലകം കുടുംബങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. ഒരുപാട് പ്രസക്തമായ ഒരുപാട് ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ NT ജോസഫിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഈ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. കോൺഗ്രസുമായി ഒരുപാട് ഹൃദയബന്ധമുള്ള കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന, കോൺഗ്രസ് നേതാക്കളായിരുന്ന ധാരാളം ആളുകൾ നടുവിലേക്കുറ്റി കുടുംബത്തിലുണ്ട് എന്ന് നമുക്ക് നേരത്തെ അറിയാം. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഈ കുടുംബങ്ങളുമായിട്ട് പലതരത്തിലും പല സ്ഥലത്തുള്ള ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു മനോഹരമായ മുഹൂർത്തമാണ് ഈ കുടുംബ സംഗമം. അഭിനന്ദനായ തലശ്ശേരി പിതാവ് മാർ
ജോസഫ് പാമ്പ്ളാനി പിതാവാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ സംഗമത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും എല്ലാ നന്മകളും നേരുകയാണ്.